+1 കമ്പ്യൂട്ടർ സയൻസ് രണ്ടാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പല നമ്പർ സിസ്റ്റങ്ങളിൽ നിന്നും എങ്ങനെ ഡെസിമലിലേക്ക് ആക്കും എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ബൈനറി ടു ഡെസിമൽ കണ്ടു, ഒക്ടാൽ ടു ഡെസിമൽ കണ്ടു, പിന്നെ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കണ്ടു. അങ്ങനെ നമ്മുടെ നമ്പർ കൺവേർഷന്റെ ടേബിളിലെ 3 സെല്ലുകൾ നമ്മൾ ഫില്ല് ചെയ്തു. ഫസ്റ്റ് കോളം ഫില്ലായിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്ന ക്വസ്റ്റ്യൻസിന്റെ ഹോംവർക്കുകളിലെ ആൻസേഴ്സ് കാണാം. ആദ്യം തന്നത് ബൈനറിയിൽ നിന്ന് ഡെസിമൽ ആക്കാനായിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് ഇതാ കാണും. പിന്നെ തന്നത് ഒക്ടാലിൽ നിന്ന് ഡെസിമൽ ആക്കാനായിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് ഇതാ പിടിച്ചു. പിന്നെ തന്നത് ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമൽ ആക്കാനായിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് ഈ കാണുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡെസിമലിൽ നിന്ന് എങ്ങനെ ഇതിനൊക്കെ തിരിച്ച് അതാത് നമ്പർ സിസ്റ്റങ്ങളിലേക്ക് ആക്കാം എന്നാണ്. അതായത് ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടാൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. മറക്കരുത്, വീഡിയോ കാണുന്നതിനേക്കാൾ മുമ്പ് കയ്യിൽ പേപ്പർ വേണം, പെൻ വേണം, കാൽക്കുലേറ്റർ വേണം കേട്ടല്ലോ. പിന്നെ ഷാർപ്പായ മൈൻഡും വേണം. കാരണം ഇത് മാത്സ് ആണ്. നമ്പർ സിസ്റ്റങ്ങളിൽ നിന്ന് നമ്പർ സിസ്റ്റങ്ങളിലേക്കുള്ള കൺവേർഷനാണ്. മൊത്തം നമുക്ക് എത്ര എണ്ണം പഠിക്കാണ്ട്? 12 തരം കൺവേർഷൻ. അതിൽ ഇപ്പം എത്ര എണ്ണം കഴിഞ്ഞു? 3 എണ്ണം. ഇന്ന് ഒരു 3 എണ്ണം കൂടിയും കഴിയും. അപ്പം 6 ആവും കേട്ടല്ലോ. ബാക്കി നമ്മൾ വഴിയെ കാണും, പേടിക്കണ്ട. ഇന്നത്തെ 3 എണ്ണവും ഒരേ പാറ്റേൺ ആണ്. ഒരെണ്ണത്തിൻ്റെ ലോ അറിഞ്ഞാൽ ബാക്കിയുള്ള ലോകൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ക്ലിയർ അല്ലേ? ഇന്ന് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യാനുള്ള പുതിയ കുറച്ച് രീതികളും കൂടി അറിയണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് മാത്സ് നിങ്ങളുടെ കാൽക്കുലേഷൻ മിസ്സിങ് ഒഴിവാക്കാം. കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ആൻസേഴ്സ് കേട്ടല്ലോ. അപ്പോൾ ഓരോ കൺവേർഷനും നമ്മൾ പഠിക്കും. അതെങ്ങനെ കാൽക്കുലേറ്ററിൽ ചെയ്യാം എന്നും പഠിക്കും കേട്ടോ. ശരി, അപ്പോൾ ആദ്യത്തെ കൺവേർഷനിലേക്ക് പോവാം. നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ കഴിഞ്ഞ ദിവസം യൂസ് ചെയ്ത അതേ വാല്യൂ തന്നെയാണ്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ 1101 എന്ന ബൈനറിയിൽ നിന്ന് 13 ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്? 1101നെ 2⁻0, 2⁻1, 2⁻2 അങ്ങനെയുള്ള പവറുകൾ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് ഡിജിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതൊക്കെ കൂടി സമ്മ് കണ്ടിട്ടാണ് നമുക്ക് 13 എന്ന് കിട്ടിയത്. ഇന്ന് നമുക്ക് 13നെ തിരിച്ച് എന്താക്കണം? 1101, അതായത് ഡെസിമൽ 13നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കണ്ടുപിടിക്കണം. കഴിഞ്ഞ തവണ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താവും? അതന്നെ എന്താവും? ഡിവിഷൻ. അപ്പോൾ മനസ്സിലാക്കുക, ഏത് നമ്പർ സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഡെസിമലിൽ നിന്ന് റിപ്പീറ്റഡ് ഡിവിഷനാണ്. ഡെസിമൽ നമ്പറിന് റിപ്പീറ്റഡ് ഡിവിഷനാണ് വേറെ നമ്പർ സിസ്റ്റങ്ങളിലേക്ക് മാറ്റാം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നിങ്ങൾക്ക് ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കാണോ മാറ്റണ്ടേ? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആൻഡ് കളക്ടിങ് ദ റിമൈൻഡേഴ്സ്. ശിഷ്ടം റിമൈൻഡേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ബാലൻസ്, ശിഷ്ടം മുഴുവനോടെ പോകാതെ ബാലൻസ് വന്ന് നിൽക്കുന്ന ഭാഗം, അതാണ് റിമൈൻഡർ. അത് കളക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സംഖ്യനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ശിഷ്ട എത്രയാ? 3ൽ 2 എത്ര തവണ കറക്റ്റ് ആയിട്ട് പോകും? ഒരു വട്ടം പോകും. 1 × 2 2. ബാലൻസ് 1. ആ 1 ആണ് റിമൈൻഡർ. 11ൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 ÷ 2 റിമൈൻഡർ എന്ത് കിട്ടും? 11ൽ 2 5 വട്ടം പോകും. ബാലൻസ് 1. 1 ആണ് റിമൈൻഡർ. 20ൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും? 20 ÷ 2 റിമൈൻഡർ 0 കിട്ടും. 10 തവണ കറക്റ്റ് ആയിട്ട് പോകും. നിങ്ങൾ ഏത് സംഖ്യ കൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് സംഖ്യേനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. 2 കൊണ്ടാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ റിമൈൻഡർ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ബൈനറിയിലാക്കാനായിട്ട് ഇങ്ങനെ റിമൈൻഡർ കളക്ട് ചെയ്താൽ മതി. ഡിവിഷൻ ബൈ 2ന്റെ റിമൈൻഡേഴ്സ് എങ്ങനെ ചെയ്യും? നമുക്ക് ഇതാ 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇപ്പൊ തന്നെ കാണാം. കണ്ടല്ലോ, 13 ÷ 2 എന്ത് കിട്ടും? 6. 6 ഇപ്പൊ എഴുതിയേക്കണം കണ്ടില്ലേ?
റിമൈൻഡർ 1, അത് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുക. കണ്ടല്ലോ. ഇനി 6, ആ 6നെ പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു 2 കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. റിമൈൻഡർ എന്ത് കിട്ടി? 0. അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാലോ ആ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1. റിമൈൻഡറോ 1. ഇപ്പൊ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് 1 ആണ്. 1 2നേക്കാളും ചെറുതാണ്. അപ്പോൾ ഡിവിഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ആൻസറായി. മനസ്സിലായില്ലോ? ആൻസറായി. എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ കിട്ടിയ റിമൈൻഡേഴ്സ് ഇൻക്ലൂഡിങ് അവസാനം കിട്ടിയ 1, അതിനെ താഴെ നിന്നും മുകളിലേക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാം. കണ്ടില്ലേ? ഇപ്പൊ എന്ത് കിട്ടും? 1 1 0 1. അതാണ് 13ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ബൈനറി നമ്പർ. മനസ്സിലായോ? ഇതിന് കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യാം എന്നും കൂടി കാണാം. എടോ, പേപ്പറും പേനയും എടുക്കണം, കാൽക്കുലേറ്റർ എടുക്കണം. എന്നാലും നമുക്കിത് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യം കാൽക്കുലേറ്ററിൽ 13 ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് എന്ന് ഞെക്കുക. അപ്പൊ എന്ത് കിട്ടും? 6.5. ഉടനെ പേപ്പറിൽ 13 ഡിവൈഡഡ് ബൈ 2 എത്രയാന്നുള്ളത് എഴുതുക. അതായത് 6.5ന്റെ 6 എടുത്ത് താഴേക്ക് എഴുതുക. ക്ലിയർ ആണല്ലോ? ഇനി 0.5 ഉണ്ട്. ആ 0.5 എത്രയാണ് റിമൈൻഡർ ആയി വരിക എന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങളുടെ കാൽക്കുലേറ്റർ സ്ക്രീനിൽ എന്തുണ്ട്? 6.5. ആ 6.5ൽ നിന്ന് -6 ഈക്വൽസ് നിൽക്കുക കാൽക്കുലേറ്ററിൽ. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ നിങ്ങൾക്ക് 0.5 എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഇനി ആ 0.5 അവിടെ നിന്നോട്ടെ, ഇൻറ്റു 2 നിൽക്കുക. അതായത് 2 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്തത്. അത് കാരണം നമ്മൾ ഇൻറ്റു 2 ആണ് ഫ്രാക്ഷണൽ പാർട്ടിൽ ചെയ്യേണ്ടത്. ഇൻറ്റു 2 അടിച്ചാൽ എന്ത് കിട്ടും? റിമൈൻഡർ ആയിട്ടുള്ള 1 കിട്ടും. ഉടനെ ആ 1 നമ്മുടെ റിമൈൻഡറിന്റെ സൈഡിൽ എഴുതി വയ്ക്കുക. കഴിഞ്ഞു. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇതാ ഇപ്പൊ ഈ 6നെ നമ്മൾ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ റീസെറ്റ് ചെയ്തു, തിരിച്ച് 0 ആക്കി. എന്നിട്ട് 6 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3. ആ 3ആണ് 6ന്റെ താഴെയായിട്ട് നമ്മൾ എഴുതി വെക്കേണ്ടത്. അത് കഴിഞ്ഞാലോ 3.0 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് റിമൈൻഡർ ഇല്ല. അത് കാരണം റിമൈൻഡറിന്റെ ഭാഗത്ത് 0 ഇടാം. അപ്പൊ രണ്ടാമത്തെ റിമൈൻഡർ കിട്ടി കഴിഞ്ഞു. ഇനി 3 റിപ്പീറ്റഡ് ഡിവിഷൻ. അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിൽ റീസെറ്റ് ചെയ്തു 0 ആക്കി. ക്ലിയർ അല്ലേ? എന്നിട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഇപ്പൊ എന്ത് കിട്ടി? 1.5 എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഉടനെ അതിന്റെ ഹോൾ നമ്പർ പാർട്ട്, നേരത്തെ 6.5ന്റെ ഹോൾ നമ്പർ പാർട്ട് എടുത്ത പോലെ ഇവിടെ 1.5ന്റെ ഹോൾ നമ്പർ പാർട്ട് 1, അതാണ് നമ്മൾ താഴേക്ക് ഇറക്കി എഴുതേണ്ടത്. എഴുതി. ഇനി ആ 1.5ൽ നിന്ന് ആ 1 ആണല്ലോ ഹോൾ നമ്പർ പാർട്ട് ഉള്ളത്. അത് ഡിഫറൻസ് ഉണ്ട്, മൈനസ് ഉണ്ട്, കളയാം. അതായത് 1.5 ആയിട്ട് ഇപ്പൊ സ്ക്രീനിൽ ഇരിക്കുമ്പോൾ -1 എന്ന് ഞെക്കുക കാൽക്കുലേറ്ററിൽ, ഈക്വൽസും. അപ്പൊ എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. ഇൻറ്റു 2, കാരണം ഡിവിഷൻ ബൈ 2ന്റെ റിമൈൻഡർ ആണ് വേണ്ടത്. അപ്പൊ ഇൻറ്റു 2, അപ്പൊ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പൊ റിമൈൻഡർ കിട്ടി. അപ്പൊ ഏറ്റവും താഴെ ഇനി ഡിവിഷൻ പോസിബിൾ അല്ലാത്ത 1 കിട്ടാൻ ഉള്ള സമയത്തുള്ള റിമൈൻഡർ 1. അങ്ങനെ താഴ്ന്നു നോക്കിയാൽ 1101 എന്നായിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽക്കുലേറ്ററിൽ കുത്തുമ്പോൾ സംഖ്യകൾ പ്രസ്സായില്ലേ എന്ന് ഉറപ്പിക്കാം. കേട്ടോ? കഴിഞ്ഞില്ല. റിമൈൻഡേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് കളക്ട് ചെയ്യേണ്ടത് എന്ന് മറക്കാതിരിക്കുക. ഏറ്റവും താഴെയുള്ള 1ഉം പറക്കി എഴുതണം. ഇനി ബുദ്ധിയുള്ളവരോട് ഒരു ചോദ്യം. ബുദ്ധി ഇല്ലാത്തവരാരുമില്ല, എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. എല്ലാവരും ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇതിന്റെ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. ഇപ്പൊ നമുക്ക് ഏറ്റവും താഴെ 1 എന്നാണ് കിട്ടിയത്. ഈ 1 കിട്ടിയത് എന്തുകൊണ്ടാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഹോളായിട്ട് എത്ര തവണ പോകും നോക്കിയതാണ്. കണ്ടില്ലേ? അവിടെ എപ്പോഴും 1 വരുള്ളൂ. കാരണം ഡിവിഷൻ ബൈ 2 ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം 1 അവസാനിക്കുള്ളൂ. എപ്പോഴും 1 അവസാനിക്കുള്ളൂ. അതുകൊണ്ട് ഡിവിഷൻ ബൈ 2 ചെയ്ത് നമ്മൾ ഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കാണുമ്പോൾ ഏറ്റവും ആദ്യം MSB പൊസിഷനിൽ 1 ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അല്ലെങ്കിൽ 0ന് കറസ്പോണ്ടിങ് ആയ ബൈനറി കാണുമ്പോൾ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബാക്കി ഏത് കേസിലാണെങ്കിലും MSB 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ബാക്കിയുള്ള പൊസിഷനുകളിൽ വരാൻ സാധ്യതകൾ 1ഓ 0ഓ ആവാം. മനസ്സിലായോ? അപ്പോൾ ഈ ലോ നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതി നോക്കാം. എന്നിട്ട് ആ ലോ ജനറലൈസ് ചെയ്ത് എഴുതിയത് വേണം നമ്മുടെ ടേബിളിൽ കയറ്റാനായിട്ട്. കേട്ടല്ലോ?
നമ്മൾ ഡിവൈഡ് ചെയ്യണത് ഡെസിമൽ നമ്പർ ആണെന്ന് കാണിക്കാനാണ് ഡി എന്ന് എഴുതിയേക്കണത്. ഡിവൈഡഡ് ബൈ 2 കണ്ടില്ലേ, ഡിവൈഡഡ് ബൈ 2 കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഒരു ഡിവൈഡ് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ടാണ് ഇവിടെ എഴുതിയേക്കണത്. റിമൈൻഡർ ആണ് ഇപ്പൊ സൈഡിൽ എഴുതിയേക്കണത്. ആദ്യം കിട്ടിയ റിമൈൻഡർ എന്ന് കാണിക്കാനാണ് R1. ക്ലിയർ ആണല്ലോ. ഇനി ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യലാണ് ഇതാ ഡിവിഷൻ ബൈ 2 അഗെയിൻ. ഇത് ഇങ്ങനെ ആവർത്തിക്കണം. അപ്പോൾ ആ ഡിവിഷൻ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത റിമൈൻഡർ കിട്ടും. ഏത്? R2 കിട്ടിയതിന് ശേഷം ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അപ്പൊ ഏറ്റവും താഴെ എന്ത് കിട്ടും? ഡിവിഷൻ ബൈ 2 കഴിയുമ്പോൾ 1 കിട്ടും. കണ്ടല്ലോ. പിന്നെ ഏറ്റവും അവസാനം കിട്ടിയ റിമൈൻഡറും കിട്ടും. അതാണ് nth റിമൈൻഡർ എന്ന പേരിൽ നമ്മൾ പേരിട്ടേക്കണത്, റിമൈൻഡർ ഓഫ് n. ഇനി കളക്ട് ചെയ്ത് എഴുതണം. അപ്പൊ എന്ത് കിട്ടും? 1 nth റിമൈൻഡർ, പിന്നെ അങ്ങനെ 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 ലാസ്റ്റ് ആയിട്ട് അവസാനം ഏറ്റവും ആദ്യം കിട്ടിയ റിമൈൻഡർ ഏതാവും? റിമൈൻഡർ 1. ക്ലിയർ അല്ലേ? അങ്ങനെ വലതുവശത്ത് നോക്കുമ്പോൾ R1 R2 അങ്ങനെ Rn വരെ, പിന്നെ 1. ഇടതുവശത്തു നിന്നാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത്. അതാണ് താഴ്ന്ന് കളക്ട് ചെയ്യണമെന്ന് പ്രത്യേകം കാണിച്ചേക്കുന്നത്. ഇതാണ് ഡെസിമലിൽ നിന്ന് ബൈനറി ആക്കാനുള്ള ലോ. കണ്ടല്ലോ. അപ്പൊ ഇത് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ ടേബിളിൽ ഫസ്റ്റ് റോ നോക്കുക. അവിടെ എന്ത് കാണും? ഫ്രം ഡെസിമൽ ടു ബൈനറി എന്ന് പറഞ്ഞിട്ടൊരു സെല്ല് കാണും. ആ സെല്ലിൽ കൊണ്ട് ഇത് പ്ലേസ് ചെയ്യണം. കണ്ടില്ലേ? അപ്പോൾ മുകളിലെ റോയിലെ ഒരെണ്ണം ഫില്ലായിട്ടോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സിന് തുല്യമായ ബൈനറി നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഹോംവർക്കാണ്, പക്ഷെ ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത കൺവെർഷൻ കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഒക്ടാൽ നമ്പറിനെ കൺവേർട്ട് ചെയ്ത് ഡെസിമൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് 158 എന്നാണ്. ആ 158നെ തിരിച്ചു പിടിച്ച് നമുക്ക് ഒക്ടാലിലേക്ക് ആക്കാം. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ചോദ്യം കിട്ടണം. ക്ലിയർ അല്ലേ? അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വഴി കറക്റ്റാന്ന് ഉറപ്പിക്കാം ഒക്ടാലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. കേട്ടല്ലോ. റൂൾ ഇപ്പോൾ മനസ്സിലായിണ്ടാവും. ബൈനറിയിലേക്ക് ആക്കാൻ വേണ്ടി, ഡെസിമലിനെ ബൈനറി ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. അപ്പോൾ ഡെസിമലിനെ ഒക്ടാലാക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8. ശരിയാണ്. കാരണം ഒക്ടാലിനെ ഡെസിമലാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു? 8⁻0 8⁻1 എന്നാണ് എഴുതി പോയത്. അവിടെ പവറുകളിൽ പോവായിരുന്നു. അപ്പൊ തിരിച്ചുള്ള ലോ റിപ്പീറ്റഡ് ഡിവിഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഡെസിമലിൽ നിന്ന് ഒക്ടാലാക്കണോ, നമ്മൾ എന്ത് ചെയ്താൽ മതി? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8. കേട്ടല്ലോ. ചെയ്ത് നോക്കാം. 158നെ ഡിവൈഡഡ് ബൈ 8. 158ൽ 8 എത്ര തവണ കറക്റ്റ് ആയിട്ട് പോകും? 19 വട്ടം കറക്റ്റ് ആയിട്ട് പോകും. കേട്ടല്ലോ. അപ്പോൾ 19 വട്ടം കറക്റ്റ് ആയി പോയി കഴിയുമ്പോൾ റിമൈൻഡർ വല്ലതും ഉണ്ടോ? റിമൈൻഡർ 6ഉം കിട്ടും. കേട്ടോ. അപ്പൊ ആ 6 നമ്മൾ സൈഡിൽ എഴുതി വെച്ചു. ഇനി റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ആണ്. ഏതിനെ? 19നെ. 19 ഡിവൈഡഡ് ബൈ 8 എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. കേട്ടല്ലോ. അപ്പൊ 2 കിട്ടിക്കഴിഞ്ഞാൽ 2 × 8 16. ബാലൻസ് റിമൈൻഡർ എത്ര? 3. ആ 3 നമ്മൾ സൈഡിൽ നോട്ട് ചെയ്യും. ഇപ്പോ 2 ആണ് നമുക്ക് അവസാനം കിട്ടിയേക്കുന്ന ഡിവിഷന്റെ റിസൾട്ട്. ഈ 2 എന്ന് പറയുന്ന സംഖ്യ 8നേക്കാളും ചെറുതാണ്. കാരണം നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ ഉപയോഗിക്കുന്നത് 8 വെച്ചിട്ടാണ്. 8നേക്കാളും ചെറിയൊരു സംഖ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഡിവിഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഇറ്റ്സെൽഫ് ഈസ് എ റിമൈൻഡർ. ക്ലിയർ ആണോ? അപ്പോ ഈ 2വിന്റെ പൊസിഷനിൽ വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാ? അല്ലെങ്കിൽ റിമൈൻഡറിന്റെ പൊസിഷനുകളിൽ വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് ചെയ്ത് നോക്കാം. 14 ഡിവൈഡഡ് ബൈ 8. ചുമ്മാ ഒരു എക്സാമ്പിൾ. 14 ഡിവൈഡഡ് ബൈ 8 എന്ത് കിട്ടും? റിമൈൻഡർ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. 15 ഡിവൈഡഡ് ബൈ 8 റിമൈൻഡർ എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. 16 ഡിവൈഡഡ് ബൈ 8 കറക്റ്റ് ആയിട്ട് പോവും. റിമൈൻഡർ എന്ത് കിട്ടും? 0. 17 ഡിവൈഡഡ് ബൈ 8 എന്ത് കിട്ടും? 17ൽ 16 വരെ, അതായത് 2 ടൈംസ് കറക്റ്റ് ആയിട്ട് പോവും. ബാലൻസ് 1. ചുരുക്കം പറഞ്ഞാൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡേഴ്സ് 0 1 2 3 4 5 6 7 വരെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ നമ്മുടെ 2 കിടക്കുന്ന സ്ഥലത്ത് പോസിബിളായി വരാൻ സാധ്യതയുള്ളത്
1 2 3 4 5 6 7 വരെയാണ്. ബാക്കി റിമൈൻഡറുകളോ അവിടെ പോസിബിൾ ആയിട്ടുള്ളത് 0 1 2 3 4 5 6 7 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന റിമൈൻഡേഴ്സ്, കാരണം ഏറ്റവും താഴെ ഇനി ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത് 8ന്റെ താഴെയുള്ളതാണ്. അവിടെ 0 വരില്ല, 0 വന്ന് കറക്റ്റ് ആയിട്ട് പോയി എന്നാണ് മീനിങ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഈ റിമൈൻഡേഴ്സ് കളക്ട് ചെയ്ത് എഴുതിയാൽ മതി അവിടെ നിന്ന് താഴ്ന്ന് മുകളിലേക്ക്. ഇപ്പോൾ താഴ്ന്ന് മുകളിലേക്ക് നമ്മൾ ഈ റിമൈൻഡേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 3 6. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഒക്ടാലിൽ നിന്ന് ഡെസിമലിലേക്ക് ആക്കാൻ തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ റൂള് കറക്റ്റാണ്. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 മതി. ക്ലിയർ അല്ലേ? ഇനി ഈ സംഭവം കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഇഷ്ടം പോലെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന രീതിയും കൂടി പഠിച്ചാൽ പണി കഴിഞ്ഞു. റിമൈൻഡർ കാണാൻ വരെ കാൽക്കുലേറ്ററിൽ സൂത്രപണി ഉണ്ടെന്ന് കേട്ടോ. അതെങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം, നോക്കിയിരുന്നോളൂ കേട്ടോ. കാൽക്കുലേറ്ററിൽ ആദ്യം 158 എന്ന് ടൈപ്പ് ചെയ്യുന്നു, കീൻ ചെയ്യുന്നു, എന്നിട്ട് ഡിവൈഡഡ് ബൈ 8 ചെയ്യുന്നു, സാധാരണ ചെയ്യുന്ന പോലെ ഈക്വൽസും ഞെക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? ഒരു 19 പോയിന്റ് സംതിങ് കിട്ടും. കിട്ടിയില്ലേ? ഓ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ആ 19 ആണ് നമുക്ക് അടുത്തതായിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 19 നമ്മൾ താഴേക്ക് പറക്കി എഴുതുന്നു. ഏതിന്റെ താഴേക്ക്? 158ന്റെ താഴേക്ക് 19 എടുത്തെഴുതി പേപ്പറിൽ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റിമൈൻഡർ എത്രയാണെന്ന് കാണണം. ഇതാ നോക്കിയിരുന്നോ, 19 പോയിന്റ് സംതിങ് ഇപ്പൊ കാൽക്കുലേറ്ററിൽ ഇരിക്കണില്ലേ? അതിൽ നിന്ന് ആ 19 ഹോൾ നമ്പർ പാർട്ട് കളയണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കാൽക്കുലേറ്ററിൽ 19 പോയിന്റ് സംതിങ് ആണ്, -19 എന്ന് കുത്തുക. ഹോൾ നമ്പർ പാർട്ട് എത്രയാണോ അത് ഇങ്ങോട്ട് മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു ഫ്രാക്ഷണൽ പാർട്ട് മാത്രമായിട്ട് ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഈക്വൽസ് നിൽക്കുക, അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് നമ്മുടെ സ്ക്രീനിൽ നിൽക്കും. ക്ലിയർ അല്ലേ? ആ ഫ്രാക്ഷണൽ പാർട്ടിനെ ഇൻറ്റു 8 ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിമൈൻഡർ കിട്ടും. എത്ര കിട്ടും? റിമൈൻഡർ 6 അവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ബാലൻസ് വന്ന 19നെയാണ് ഇനി നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിലുള്ള കണ്ടന്റ് ക്ലിയർ ചെയ്ത് കളയുക. എങ്ങനെ? ക്യാൻസൽ ഞെക്കാനുള്ള ബട്ടൺ, മിക്കവാറും എല്ലാവരുടെ AC എന്നായിരിക്കും ബട്ടന്റെ പേര്, അത് ഞെക്കുക, ക്ലിയർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? 19 ഡിവൈഡഡ് ബൈ 8 റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പോയിന്റ് സംതിങ് എന്ന് കിട്ടും. ഈക്വൽസ് ഞെക്കി നോക്കിയാൽ കാണാം, 19 ഡിവൈഡഡ് ബൈ 8 ഈക്വൽസ് നോക്കുമ്പോൾ 2 പോയിന്റ് സംതിങ് കിട്ടും. അതിൽ ആ 2 പോയിന്റ് സംതിങ് കിട്ടിയ ഉടനെ 2 താഴെ നമ്മൾ നോട്ട് ചെയ്തു നമ്മുടെ പേപ്പറിൽ. പോയിന്റ് സംതിങ്ങിനെ മാത്രമായിട്ട് കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇപ്പോൾ ആൻസർ സ്ക്രീനിൽ നിൽക്കുന്നുണ്ടാവും കാൽക്കുലേറ്ററിന്റെ, അതിൽ നിന്ന് -2 എന്ന് കുത്തുക. -2 കുത്തി ഈക്വൽസ് നോക്കിയാൽ ആ 2 പോവും, ഫ്രാക്ഷണൽ പാർട്ട് മാത്രമാവും. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ആയിരുന്നു. അപ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാനും ഇൻറ്റു 8 ആണ്. ഫ്രാക്ഷണൽ പാർട്ട് ഇൻറ്റു 8 അത് ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ സൈഡിലേക്ക് നീക്കി എഴുതുക. അത് കഴിഞ്ഞാലോ ഇപ്പൊ 2 ചെറുതാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. ക്ലിയർ ആണല്ലോ? ആ 2ന്റെ സ്ഥലത്ത് 3 4 5 ഒക്കെ വരാം, കുഴപ്പമില്ല. 7ന്റെ മുകളിലേക്ക് വരില്ല എന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ആൻസർ നമുക്ക് കാൽക്കുലേറ്ററിൽ ഇങ്ങനെ സിമ്പിളായി കണ്ടുപിടിക്കാം. റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഹരിക്കാൻ അറിയില്ലേ? പേടിക്കേണ്ട, തൽക്കാലം കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ജനറൽ ലോ നോക്കാം. എങ്ങനെയാ? ഡെസിമൽ നമ്പർ ഡിവൈഡഡ് ബൈ 8, റിമൈൻഡർ നോട്ട് ചെയ്യുന്നു. ബാക്കി വന്ന ഒക്ടാൽ നമ്പർ ഡിവൈഡഡ് ബൈ 8, റിമൈൻഡർ നോട്ട് ചെയ്യുന്നു. ഈ സ്റ്റെപ്പ് ആവർത്തിക്കുന്നു. അങ്ങനെ റിമൈൻഡേഴ്സ് നമ്മൾ നോക്കി വെക്കുക. R1 R2 അങ്ങനെ ഏറ്റവും താഴെ Rn എന്ന റിമൈൻഡർ കിട്ടി. പ്രത്യേകം മനസ്സിലാക്കണം, ഈ R1 മുതൽ Rn വരെയുള്ളത് ഏതാവാനേ സാധ്യതയുള്ളൂ? 0ന്റെയും 7ന്റെയും ഇടയിലുള്ളതാവാനേ സാധ്യതയുള്ളൂ. അതിൽ പ്രത്യേകം മനസ്സിലാക്കണം, ഏറ്റവും അവസാനം, അതായത് ഏറ്റവും താഴെയുള്ള റിമൈൻഡർ Rn അതൊരിക്കലും 0 ആവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ലോ മനസ്സിലായി. ഈ ലോ അത് റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 എന്തിനു വേണ്ടിയിട്ട്? ഡെസിമലിൽ നിന്ന് ഒക്ടാലാക്കാൻ. ഇത് നമ്മൾ ഏത് സെല്ലിൽ കൊണ്ട് പ്രതിഷ്ഠിക്കണം? നമ്മുടെ ഇക്വേഷൻ ടേബിളിലെ ഫസ്റ്റ് റോയിലെ ഫ്രം ഡെസിമൽ ടു ഒക്ടാൽ എന്ന കോളത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കണം. അപ്പോൾ ഇവിടുത്തെ കീ പോയിന്റ് എന്താണെന്ന് അറിയും? റിപ്പീറ്റഡ് ബൈ 8 ചെയ്താൽ നമുക്ക് 0 തൊട്ട് 7 വരെ വരാൻ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ ഒക്ടാൽ നമ്പേഴ്സ് മാത്രമായി കിട്ടണം റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8. ബൈനറി നമ്പേഴ്സ് മാത്രമായി ആക്കി കിട്ടണം ഡെസിമലിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. താഴെ കൊടുത്തിട്ടുള്ള
ഡെസിമൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയ ഒക്ടാൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഇപ്പൊ തന്നെ ചെയ്യാം. അടുത്ത സെറ്റ് എളുപ്പമാണ്. ഏതാ? ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമൽ ആക്കാൻ നോക്കാം. ഇവിടെ ചില പ്രത്യേകതകളും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ശരി, കഴിഞ്ഞ ദിവസം നമുക്ക് ആൻസർ ആയി കിട്ടിയത് എത്രയാ? 4783 എന്നാണ് ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ ഡെസിമലിലേക്ക് ആക്കിയപ്പോൾ കിട്ടിയത്. ഇത്തവണ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്കാണ്. ഹെക്സാഡെസിമലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 0 തൊട്ട് 9 വരെയുള്ള സിമ്പിൾസും കൂടാണ്ട് A തൊട്ട് F വരെയുള്ള സിമ്പിൾസും വരാൻ സാധ്യതയുണ്ട്. ഈ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുമ്പോൾ എയും എഫ് ഒക്കെ വരും, കാണാം. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ സംഖ്യ 4783 ഡിവിഷൻ ബൈ 16 എന്ത് കിട്ടും? 298. 298 തവണ കറക്റ്റ് ആയിട്ട് പോകും. ബാലൻസ് 15, 15 ആണ് ബാലൻസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഹെക്സാഡെസിമൽ നമ്പറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16 ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് എവിടെ തൊട്ട് എവിടം വരെ ഉണ്ടാവാം? 0 മുതൽ 15 വരെ ഉണ്ടാവാം. അത് മനസ്സിലാക്കുക. ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യണേ അതിനേക്കാളും തൊട്ട് താഴെ വരെയുള്ള സംഖ്യകൾ റിമൈൻഡർ ആയിട്ട് വരാം എന്ന് മീനിങ്. അപ്പൊ 15 എന്ന് വരുമ്പോൾ ശ്രദ്ധിക്കണം. അതാ റിമൈൻഡർ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ 15. അടുത്തത് പിന്നെ റിപ്പീറ്റഡ് ഡിവിഷൻ. കാരണമുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ 298 എന്നാണ്. 298 16നേക്കാളും വലുതാണ്. അപ്പൊ ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. 18 ടൈംസ് പോവും 16. ബാലൻസോ 10 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതവിടെ ഇരിക്കട്ടെ. ഇനി 18 16നേക്കാളും വലുതാണ്. അപ്പൊ നമുക്ക് 18 ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ട്? 16 കൊണ്ട്. എത്ര തവണ പോവും? ഒരു വട്ടം പോവും. റിമൈൻഡർ എത്ര ഉണ്ടാവും? 2. ഇത് നേരിട്ട് ചെയ്യാറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഡിവിഷൻ ഇതൊക്കെ ഞാനല്ല പഠിപ്പിക്കണ്ടേ, ഇതൊക്കെ മുമ്പ് പഠിച്ചു വരേണ്ടതാ 10ാം ക്ലാസ്സിൽ തന്നെ കേട്ടോ. അപ്പൊ ശരി, നേരിട്ട് അറിയാവുന്നവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ ഇപ്പൊ എന്ത് കിട്ടി? ഡിവൈഡ് ചെയ്തപ്പോൾ 1ഉം റിമൈൻഡർ 2ഉം. ഏതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ? 18. ക്ലിയർ അല്ലേ? ആൻസർ ആയി. പക്ഷെ ആൻസർ ആയിട്ടില്ല, ശ്രദ്ധിക്കണം. റിമൈൻഡർ കളക്ട് ചെയ്യൽ തന്നെയാണ് താഴ്ന്ന് മുകളിലേക്ക് റിമൈൻഡർ കളക്ട് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സിന്റെ കൂട്ടത്തിൽ ഇതാണ് ഹെക്സാഡെസിമലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. റിമൈൻഡേഴ്സിന്റെ കൂട്ടത്തിൽ 10, 11, 12, 13, 14, 15 ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? 10ന് കറസ്പോണ്ടിങ് എ ആണ് ഹെക്സാഡെസിമൽ. ഡെസിമൽ 10ന് കറസ്പോണ്ടിങ്. നമുക്ക് റിമൈൻഡർ കിട്ടിയത് ഡെസിമലിലാണല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ. അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എന്തെന്ന്? 16 വരെയുള്ള ടേബിൾ പഠിച്ചു വെക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് 16 എലിമെന്റ്സ് കണ്ടുവച്ചാൽ എളുപ്പമുണ്ട്. 15 വരെയെങ്കിലും, അതായത് എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരെയുള്ള നമ്മുടെ പഴയ ടേബിൾ കണ്ടുവച്ചാൽ എളുപ്പമുണ്ട് കേട്ടോ. അത് പഠിച്ചു വയ്ക്കാം. ശരി, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ 15 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് എഴുതണം? എഫ് എന്ന് എഴുതണം കേട്ടല്ലോ. 10ന് കറസ്പോണ്ടിങ് എന്ത് എഴുതണം? എ എന്ന് എഴുതണം. ക്ലിയർ ആണോ? ഇത് രണ്ടും എഴുതി താഴേക്ക് നോക്കുക. താഴെയുള്ള റിമൈൻഡറുകളൊക്കെ 10നേക്കാളും താഴെയാണ്, അപ്പോൾ കുഴപ്പമില്ല. ഇനി വേണം താഴ്ന്ന് മുകളിലേക്ക് റിമൈൻഡേഴ്സ് കളക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 1, 2, A, F എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതല്ലേ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ചോദ്യം? അതെ. അപ്പൊ ചെയ്ത വഴി ശരിയല്ലേ? അതെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റിമൈൻഡേഴ്സ് 0 മുതൽ F വരെ വരുള്ളൂ കേട്ടല്ലോ. അപ്പോൾ ഏറ്റവും താഴെ തവണ നമുക്ക് കിട്ടിയത് 1 ആണ്. 16ന് താഴെയുള്ള ഏത് വന്നാലും ഈ ഡിവിഷൻ ഇവിടെ നിർത്താമെന്ന്. 1 തന്നെ ആവണമെന്നില്ല. 16ന് താഴെയുള്ള ഏത് വന്നാലും കേട്ടല്ലോ. ശരി, ഈ ഡെസിമൽ നമ്പറിനെ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഹെക്സാഡെസിമൽ നമ്പർ ആക്കാം എന്ന് കാണാം. ഏതാ നമ്മുടെ ഡെസിമൽ നമ്പർ? നമ്മുടെ ഡെസിമൽ നമ്പർ 4783 ആണ്. അതിനെ ഡിവൈഡഡ് ബൈ 16 കാൽക്കുലേറ്ററിൽ കുത്തുക, ഈക്വൽസും. അപ്പൊ എന്ത് കിട്ടും? ഒരു 298 പോയിന്റ് സംതിങ് കിട്ടും. അതിൽ നിന്ന് 298 പറക്കി നമ്മുടെ താഴേക്ക് ഇടുക. ഇനി ഡിവൈഡ് ചെയ്യാനുള്ളത് 298നെയാണ്. 298 പോയിന്റ് സംതിങ് ഉണ്ടല്ലോ, അതിൽ നിന്ന് പോയിന്റിന് ശേഷമുള്ളത് മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? -298 ഈക്വൽസ് നിൽക്കുക കാൽക്കുലേറ്ററിൽ. അപ്പോൾ 298 പോയിട്ട് നമ്മുടെ ആ ഫ്രാക്ഷണൽ പാർട്ട് മാത്രമായിട്ട് അവിടെ നിൽക്കും. ഇൻറ്റു എന്താ വേണ്ടത്? കഴിഞ്ഞ തവണ റിമൈൻഡറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷണൽ പാർട്ടിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? കഴിഞ്ഞ തവണ ഒക്ടാലായിരുന്നു, അതായിരുന്നു ×8 ആയിരുന്നു. ഇത്തവണ ഹെക്സാഡെസിമലിലേക്ക് ആക്കുമ്പോഴുള്ള റിമൈൻഡർ ആണ് കാണേണ്ടത്. അപ്പൊ ×16. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും.
ആ 15 ആണ് നമ്മൾ പറക്കി എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, കാൽക്കുലേറ്റർ റീസെറ്റ് ചെയ്തു എ സി ഞെക്കിയിട്ട്. അത് കഴിഞ്ഞാലോ 298 ഡിവൈഡഡ് ബൈ 16 എന്ത് കിട്ടും? 18 പോയിന്റ് സംതിങ് കിട്ടും. അതിൽ നിന്ന് 18 താഴേക്ക് എഴുതി. ഇനി പോയിന്റ് സംതിങ് അത് എത്ര ആക്കണം? റിമൈൻഡർ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പോയിന്റ് സംതിങ്ങിനെ മാത്രമാക്കി മാറ്റണം കാൽക്കുലേറ്ററിൽ. അതിനുവേണ്ടി ഇപ്പോൾ നിൽക്കുന്ന 18 പോയിന്റ് സംതിങ്ങിൽ നിന്ന് മൈനസ് കാൽക്കുലേറ്ററിൽ -18 എന്ന് ഞെക്കുക. അപ്പോൾ പോയിന്റിന് ശേഷമുള്ളത് മാത്രമാവും. ഇൻറ്റു 16 അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും, രണ്ടാമത്തെ റിമൈൻഡർ. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞു. എ സി ഞെക്കുക, അത് റീസെറ്റ് ചെയ്തു, കാൽക്കുലേറ്റർ റീസെറ്റ് ചെയ്ത് 0 ആക്കി. ഇനി എന്ത് ചെയ്യണം? താഴേക്ക് ഇപ്പോൾ കിടക്കുന്ന 18 ഡിവൈഡഡ് ബൈ 16 അതങ്ങനെ തന്നെ ചെയ്യുക. 18 ഡിവൈഡഡ് ബൈ 16 ഈക്വൽസ് ഞെക്കുക. അപ്പോൾ എന്ത് കിട്ടും? 1 പോയിന്റ് സംതിങ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി താഴേക്ക് 1 ആണ്. 1 ഇറക്കി എഴുതുക. എന്നിട്ടോ പോയിന്റ് സംതിങ് ഉണ്ട്, അത് മാത്രമാക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? -1. ഇപ്പൊ കാൽക്കുലേറ്ററിൽ നിൽക്കുന്ന സ്ക്രീനിൽ നിന്ന് -1 ഈക്വൽസ് ഞെക്കുക. അപ്പോൾ ഒരു സംഭവം കിട്ടും. ഇൻറ്റു അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് മാത്രമായില്ലോ, ഇൻറ്റു 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് റിമൈൻഡർ കിട്ടും. എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇങ്ങനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് റിമൈൻഡറും കാണാം, ഡിവിഷന് ശേഷമുള്ള അടുത്ത സംഖ്യ ഏത് എന്നും കാണാം. വഴി മനസ്സിലായില്ലേ? ശരി. അപ്പോൾ ലോ ജനറലൈസ് ചെയ്ത ലോ കാണാം. ഡെസിമൽ നമ്പർ ഡിവൈഡഡ് ബൈ 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേറൊരു ഡെസിമൽ നമ്പർ കിട്ടും, ഒരു റിമൈൻഡറും കിട്ടും. ആ റിമൈൻഡർ 1, റിമൈൻഡർ 1. ശ്രദ്ധിക്കണം, റിമൈൻഡേഴ്സ് 10 മുതൽ 15 വരെ ആണെങ്കിൽ A to F വെച്ച് റീപ്ലേസ് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെന്റ് വെച്ചിട്ട്. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16. അപ്പോൾ അടുത്ത റിമൈൻഡർ കിട്ടും. അങ്ങനെ ഇത് ആവർത്തിക്കുന്നു. എത്ര കാലം? ഏറ്റവും താഴെ 16നേക്കാളും താഴെയുള്ള ഒരു സംഖ്യയായിട്ട് വരുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും. റിമൈൻഡേഴ്സ് കളക്ട് ചെയ്യുന്നു താഴ്ന്ന് മുകളിലേക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫൈനൽ ആൻസർ കളക്ട് ചെയ്ത് എഴുതുമ്പോൾ എന്തെന്ന് വരും? റിമൈൻഡർ n, റിമൈൻഡർ n-1, അങ്ങനെ 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 റിമൈൻഡർ 2, റിമൈൻഡർ 1 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. ഇതാണ് ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമൽ ആക്കാനുള്ള ലോ. ഇതും നമ്മുടെ ഫസ്റ്റ് റോയിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഏത് സെല്ലിൽ? ഫ്രം ഡെസിമൽ ടു ഹെക്സാഡെസിമൽ എന്ന കോളത്തിൽ. അത് വെച്ചപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. നമ്മുടെ നമ്പർ കൺവേർഷൻ ടേബിളിൻ്റെ ഫസ്റ്റ് റോയും ഫില്ലായി. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? താഴെ കൊടുത്തിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഹോംവർക്കാണ്, ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ 6 സെറ്റ് കൺവേർഷൻ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഏത് നമ്പർ സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി കൺവേർഷൻസ് ആയിട്ട് പിന്നെ കാണാം. ബൈ.